ജനാർദ്ദനക്കുറിപ്പാണ്. ഇന്ന് വാശിയോഗത്തെപ്പറ്റി മഹാസിദ്ധൻ ഭോഗനാഥർ ഭോഗർ 7000 എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ശ്ലോകം 102 തുടങ്ങി 7 ശ്ലോകങ്ങൾ 8 ശ്ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ ഒന്നൊന്നായി പറയാം. 1. വാശിയോഗം. വാശിയെ സാവധാനം എടുത്ത് അകത്തെ ആത്മീയ ചക്രങ്ങളിൽ ഓരോടത്തും വെച്ച് സാധകം ചെയ്താൽ വാശിയും ഈശനും സന്ധിച്ച് ഒന്നായിത്തീരും. വാശി വഴങ്ങി വാശിപ്പഴക്കം വന്നു കഴിഞ്ഞാൽ അവനെപ്പോലെ സിദ്ധന്മാർ ഉണ്ടാകില്ല. അവൻ ശിവന് തുല്യനായിത്തീരും. സ്ഥിരമായി വാശി ചെയ്തുകൊണ്ടിരുന്നാൽ ഉയിരിനെ രക്ഷിക്കും. ഇത് ഏറ്റവും ശരിയായ ശിവയോഗം തന്നെയാകും. അതാണ് 102 ശ്ലോകത്തിൽ പറഞ്ഞ വാശിയോഗം. വെളിയാന വാശിയെ താൻ വരവെഴുത്തൈ വീട്ടുക്കുൾ അങ്കങ്കേ വൈത്തിട്ട് താൻ തനിയാക വൈത്തിട്ട് ചാതിത്താക്കാൽ ചന്തിത്തു വാശിയും ഈശനും ഒன்றாகும். വളിയാക വാശിയെപ്പോൽ ചിത്തൊன்றில்லை മാശിത്തു ശിവനവനാം വാജിയൊன்றில் ഒളിയാക വാജിയം തു ഉയിരൈ മീക്കും ഉറുതിയാം ശിവയോഗത്തുണ്മൈതാനേന്ന്. വാശിയെ സാവധാനം എടുത്ത് അകത്തെ ആത്മീയ ചക്രങ്ങളിൽ ഓരോടത്തും വെച്ച് സാധകം ചെയ്താൽ വാശിയും ഈശനും സന്ധിച്ച് ഒന്നായിത്തീരുന്നതാണ്. വാന്ന് മൂലാധാരത്തിൽ നിന്ന് എടുത്ത് ആ ചക്രത്തിൽ തന്നെ കുംഭകം ചെയ്ത് അവിടെ തന്നെ വിടുക. അങ്ങനെ ഒരു 108 തവണ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടുന്ന് വാന്ന് ഒരു 8 സെക്കൻഡിൽ എടുക്കുക. സ്വാധിഷ്ഠാനത്തിൽ പിടിക്കുക ഒരു 16 തവണ. 16 മാത്രയിൽ അത് 16 മാത്രയിൽ അവിടെ തന്നെ വിടുക. അങ്ങനെ ഒരു 108 തവണ ചെയ്യാം. ഇങ്ങനെ മൂലാധാരത്തിൽ നിന്ന് എടുക്കുക. മണിപുരത്തിൽ 16 8 സെക്കൻഡ് കൊണ്ട് എടുക്കുക. 16 സെക്കൻഡ് പിടിക്കുക. 16 സെക്കൻഡ് കൊണ്ട് അവിടെ തന്നെ വിടുക. അങ്ങനെ 108 തവണ ചെയ്യണ്ട. വീണ്ടും മൂലാധാരത്തിൽ നിന്ന് എടുക്കുക. അനാഹതത്തിൽ പിടിക്കുക. അനാഹതത്തിലെ ചക്രങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ വർണ്ണമായി അക്ഷരങ്ങളെയൊക്കെ നോക്കിയിട്ട് ചിന്തിച്ചിട്ടും അതിൽ ധ്യാനിച്ചിട്ടും ഇരിക്കുക. 16 സെക്കൻഡ് അവിടെ പിടിക്കുക. 16 സെക്കൻഡ് കൊണ്ട് അവിടെ തന്നെ വിടുക. ഇങ്ങനെ ഓരോരോ ചക്രങ്ങളിലും കാരണം ഓരോടത്തും വെച്ച് സാധനം ചെയ്താൽ വെളിയാന വാശയിത്താൻ വരവഴയ്ത്തു വീട്ടുക്കുള്ള അങ്കങ്കേ വൈത്തിട്ട് താൻ. വീട്ടുക്കൾ എന്ന് വെച്ചാൽ ഓരോ ആത്മീയ ചക്രങ്ങളിൽ നിന്ന് ഉള്ള അർത്ഥം. അവിടെ തന്നെ അങ്കങ്കേ എന്ന് വെച്ചാൽ ഓരോടത്തും വെച്ചിട്ട് താൻ തനിയാകെ വൈത്തിട്ട് ചാതിത്താക്കാൽ. അങ്ങനെ വന്ന് വാശി വഴങ്ങി ഇരിക്കുമ്പോൾ വാശിപ്പഴക്കം എന്ന് പറയും. അതായത് 16 മാത്രം പിടിക്കുക. 16 മാത്രം കൊണ്ട് വിടുക. 8 മാത്രം കൊണ്ട് വലിക്കുക. അങ്ങനെ മുന്നോട്ട് പോവാം. 8 24 16 8 32 16 അങ്ങനെ ഓരോന്നായിട്ട് വാശിയെ വഴങ്ങണം. ആദ്യം ഓരോ ചക്രത്തിലും 8 16 16 പിന്നെ 8 20 16 പിന്നെ 24 16 8 32 16 പിന്നെ 8 40 20 അങ്ങനെ പഴക്കം ചെയ്യണം. അങ്ങനെ അത് പഴക്കം വരുന്ന വെച്ചാൽ പ്രാണനെ വലിക്കും. പ്രാണായാമം ചെയ്യുമ്പോൾ ഇടയ്ക്ക് വേറെ ശ്വാസം വലിക്കാതിരിക്കുന്നതിനാണ്. ഇതേ രീതിയിൽ തന്നെ പോകുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് അത് വാശിപ്പഴക്കം എന്ന് പറയുന്നത്. അന്ന് അങ്ങനെയായാലും അവൻ സിദ്ധനായിത്തീരുന്നർത്ഥം. അവൻ ശിവന് തുല്യനായിത്തീരും. സ്ഥിരമായി വാശി ചെയ്തുകൊണ്ടിരുന്നാൽ ഉയിരിനെ രക്ഷിക്കും. ഉയിര് ശരീരം ജീവൻ. ഉയിരെന്ന് വെച്ചാൽ ജീവൻ. ആരോഗ്യം മെച്ചപ്പെടുന്നതുകൊണ്ട് പിന്നെ മരണം വൈകി പോകുന്നർത്ഥം. നീണ്ടു പോകും. ഏറ്റവും ശരിയായ ശിവയോഗം തന്നെയാകും. തനിയാകെ വൈത്തിട്ട് ചാതിത്താക്കാൽ ചന്തിത്തു വാശിയും ഈശനും ഒன்றாகும். വെളിയാക വാശിയെപ്പോൽ ചിത്തൊன்றில்லை മാശിത്ത് ശിവനവനാം വാജിയുണ്ട്. ഇങ്ങനെ നമ്മൾ വാശി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശ്രദ്ധയും ഒക്കെ അതിൽ തന്നെ ആയിരിക്കും. വേറെ ഒന്നിലേക്കും ശ്രദ്ധിക്കാൻ നേരമില്ല. ആ പ്രാണായാമത്തിൽ തന്നെ ആ വാശിയിൽ ഓരോ ചക്രങ്ങളിലും തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു ചിന്തകൾക്ക് പിന്നെ അവിടെ സ്ഥാനമില്ല. അപ്പോൾ മറ്റ് ഇന്ദ്രിയങ്ങളെ നമുക്ക് തടയാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും തടഞ്ഞ് ഈ വാശിയിലേക്ക് തന്നെ കേന്ദ്രീകരിക്കാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ഈ വാശിയോഗത്തിൽ കൊടുക്കാനും കഴിയും.
അങ്ങനെയാണ് അയാൾ വേറെ ഒരു ചിന്തയില്ലാത്ത ഒരവസ്ഥയിൽ വരുമ്പോഴാണ് അവൻ സിദ്ധനാവുന്നതും ശിവന് തുല്യനായിത്തീരുന്നതും. സ്ഥിരമായി വാശി ചെയ്തുകൊണ്ടിരുന്നാൽ ഉയരനെ രക്ഷിക്കും. വാശിയുടെ നീളം കൂടുന്നതനുസരിച്ച്, കുംഭകത്തിൻ്റെ നീളം അതുപോലെ തന്നെ രജകത്തിൻ്റെ നീളം കൂടുന്നതനുസരിച്ച് പ്രാണൻ്റെ അളവിൽ 26,600 എന്നുള്ളത് മാറി പോകുന്നതുകൊണ്ട് ആയുസ് നീട്ടി കിട്ടാനുള്ള ഒരു മാർഗം കൂടിയാണെന്നാണ് അവസാനം പറഞ്ഞത്. ഒളിയാകെ വാശിയെന്ത് ഉയരൈ മീட்கும் ഉറുതിയാം ശിവയോഗത്തുണ്മൈതാനെ. അങ്ങനെ അയാൾ ശിവയോഗിയായി തീരും. ഏറ്റവും ശരിയായ ശിവയോഗം തന്നെ ആയിത്തീരും എന്നാണ് പറഞ്ഞത്. നമഃ ശിവായ.